ഒരു 35,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാസം ഒരു എങ്ങനെ പോയാലും 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു ഉഗ്രം ബിസിനസ്സാണ്. ഈ മെഷീൻ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്പനി ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ നമ്പർ, ലൊക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ വിളിക്കുക. നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 10 ദിവസം വരെ ഇത് കേടാവാതിരുന്നു. പിന്നെ ഇതിൽ വേസ്റ്റേജ് എതും ഇല്ല. ഈ പാൽ ഉപയോഗിക്കാം, പുറത്തെ ചണ്ടി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ചെമ്മീൻ പൊടിയില്ലേ, ചെമ്മീൻ പൊടി, തേങ്ങ ഇത് പൗഡർ ഉണക്കിട്ടേ ചെമ്മീൻ ഉണക്കിയിട്ട് പൊടിപ്പിച്ച് അത് കച്ചവടം ചെയ്യാം. ഇപ്പം നമ്മുടെ നാട്ടിൽ മിക്കവാറും പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പല പെണ്ണുങ്ങൾക്കും ജോലിക്ക് പോകാനുള്ള സിറ്റുവേഷൻ ഇല്ല. കാരണം കുട്ടികളെ നോക്കണം, വീട്ടിൽ ചിലപ്പോൾ പ്രായമായവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടാവും, ജോലിക്ക് പോകാനുള്ള യോഗ്യത ഉണ്ടാവും. പക്ഷെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ തൽക്കാലം ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒഴിവ് സമയത്തുള്ളവർക്ക് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രോഫിറ്റുള്ള ബിസിനസ്സാണ്. കോയമ്പത്തൂരിലെ ലക്ഷ്മി ഇൻഡസ്ട്രീസിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് കടന്നില്ല. നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ കോയമ്പത്തൂരിൽ വെള്ളക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്. ഗണപതി വന്നും വെള്ളക്കിണർ വരാം, ഇല്ലെങ്കിൽ മേട്ടുപ്പാളയം റോഡിൽ വന്നാലും വെള്ളക്കിണർ പറഞ്ഞ ഒരു വില്ലേജ് വരും. അതിനകത്ത് വന്നിട്ട് വെള്ളക്കിണർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ് നമ്മുടെ കമ്പനി. കുറേ ആൾക്കാർ എനിക്കിടെ ഓൺട്രാഡി മൊബൈലിൽ ലക്ഷ്മി ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ് വെള്ളക്കിണറിന് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്താൽ മതി. കറക്റ്റായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്മുടെ ഓഫീസിൽ കൊണ്ട് വിടും നിങ്ങളെ. ഇതൊരു പുതിയ ടൈപ്പ് ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രം പ്രോഫിറ്റാണ്. ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത പെണ്ണുങ്ങളില്ലേ, അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ മിക്കവാറും പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പല പെണ്ണുങ്ങൾക്കും ജോലിക്ക് പോകാനുള്ള സിറ്റുവേഷൻ ഇല്ല. കാരണം കുട്ടികളെ നോക്കണം, വീട്ടിൽ ചിലപ്പോൾ പ്രായമായവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടാവും, ജോലിക്ക് പോകാനുള്ള യോഗ്യത ഉണ്ടാവും. പക്ഷെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ തൽക്കാലം ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒഴിവ് സമയത്തുള്ളവർക്ക് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രോഫിറ്റുള്ള ബിസിനസ്സാണ്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ പാല് പിഴിയണ മെഷീനാണ്. ഈ തേങ്ങാപ്പാൽ പിഴിയണ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 50 കിലോ തേങ്ങ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ തേങ്ങയുടെ മാർക്കറ്റ് റേറ്റ് ഏകദേശം ഒരു 32 തൊട്ട് 35 രൂപ വരെയുണ്ട്. അപ്പോൾ ഒരു നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ ഒരു 35 രൂപ വെച്ച് കൂട്ടിക്കോ. ഒരു 1750 രൂപ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ ഈ തേങ്ങയിൽ നിന്ന് ഫസ്റ്റ് നമുക്കതിൻ്റെ ചിരട്ട വിൽക്കാം, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, തേങ്ങ പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടാവും. ഈ വെള്ളം ഇന്ന് നമ്മുടെ നാട്ടിൽ ജസ്റ്റ് ഈസ്റ്റും കുറച്ച് ചൊറുക്കയൊക്കെ ഒഴിച്ച് ഒരു 5-8 ദിവസം വെച്ച് കഴിഞ്ഞാൽ വിനാഗിരി ഉണ്ടാക്കാം. അതും ഒരു പ്രൊഡക്റ്റായിട്ട് വെക്കാം. മൂന്നാമത്തത്, അതൊക്കെ നമുക്ക് അഡീഷണൽ പ്രോഫിറ്റാണ് കേട്ടോ. അതല്ല ഇതിൻ്റെ ബിസിനസ്. മെയിനായിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ 50 കിലോ തേങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 കിലോത്തിൻ്റെ ഇവരുടെ ഒരു അനുപാതം എന്താണെന്ന് പറഞ്ഞാൽ 1 കിലോത്തിന് 650 മില്ലി തൊട്ട് 700 മില്ലി വരെ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇന്നത്തെ റേറ്റ് ഈ തേങ്ങാപ്പാൽ സപ്ലൈ ചെയ്യേണ്ടത് സൂപ്പർ മാർക്കറ്റുകളിൽ ഇന്നത്തെ പുതിയ ട്രെൻഡാണ്. ഇപ്പോൾ പാക്കറ്റുകളിൽ 1/2 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെ ഒക്കെ പാക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകളിലുണ്ട്. അതിപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞ റേറ്റ് അനുസരിച്ച് 160 രൂപ വരെ 1 ലിറ്ററിന് MRP ഉണ്ട്. അപ്പോൾ നമ്മളൊരു 100 രൂപക്ക് 1 ലിറ്റർ കൊടുത്താൽ പോലും 1 കിലോ തേങ്ങമ്മ പാലിന് മാത്രം നമുക്ക് ഏകദേശം ഒരു 65 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതിനോടൊപ്പം തന്നെ നമുക്ക് ചിരട്ടയുടെ പൈസ കിട്ടും. ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ പൈസ ചൊറുക്കാക്കി കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ ഇത് പാലാക്കി കഴിഞ്ഞാൽ വരുന്ന തേങ്ങാപ്പീര, ഈ തേങ്ങാപ്പീര പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ നാട്ടിൽ ഉണക്ക ചെമ്മീൻ ചമ്മന്തി പൊടി, അങ്ങനത്തെ പൊടികൾ, പിന്നെ അതുപോലെ ചില കേക്ക് ഉണ്ടാക്കുന്ന കമ്പനികളിൽ, അങ്ങനെ പല സ്ഥലത്തും ഈ തേങ്ങാപ്പീര പോകും. അപ്പോൾ 4 പ്രൊഡക്റ്റുകൾ ഇതിൽ നിന്ന് കിട്ടും. പക്ഷേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തേങ്ങാപ്പാൽ മാത്രമാണ്. തേങ്ങാപ്പാൽ മാത്രം വിറ്റാൽ തന്നെ 1 കിലോ തേങ്ങമ്മേന്ന് 1 ലിറ്റർ പാലിൽ നിന്ന് 60 രൂപ ലാഭം കിട്ടും. അതായത് 2 കിലോ 1.5 കിലോ തേങ്ങ, അതായത് ഒരു 50 രൂപയുടെ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് 100 രൂപ 110 രൂപ വിൽക്കാം. അപ്പോൾ ഒരു 60 രൂപ 1 കിലോ തേങ്ങ കിട്ടും. അപ്പോൾ 50 കിലോ തേങ്ങ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 50 കിലോ തേങ്ങ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3000 രൂപ പ്രോഫിറ്റ് കിട്ടും. 50 കിലോ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റി 1 മണിക്കൂറിൽ 50 തേങ്ങയാണ്. 50 തേങ്ങ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 കിലോ, 30 അല്ല, ഒരു 20 കിലോ ഉണ്ടാവും.
അപ്പോൾ 50 കിലോ തേങ്ങക്ക് ഒരു 150 കിലോ തേങ്ങ, അതായത് 3 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറും 3 മണിക്കൂർ വീട്ടിലിരുന്ന്, ഇതിൻ്റെ കറണ്ട് കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 HP ആണ്. നമുക്ക് 3 മണിക്കൂർ വർക്ക് ചെയ്യാനായിട്ട് കൂടിയ ഒന്നൊരു 10 രൂപ കറണ്ട് കാശ് വരുള്ളൂ. 10 രൂപ ഇലക്ട്രിസിറ്റിയും കൊണ്ട് നമുക്ക് 3000 രൂപ തേങ്ങ പാലിൽ നിന്നും പിന്നെ അഡീഷണൽ പ്രോഫിറ്റ് തേങ്ങ പീരിയിൽ നിന്നും തേങ്ങ വെള്ളത്തിൽ നിന്നും ചിരട്ടയിൽ നിന്നും അത് അഡീഷണൽ പ്രോഫിറ്റ് ആയിട്ട് അത് എത്ര കിട്ടുമോ അത് അഡീഷണൽ ആയിട്ടും കിട്ടും. അപ്പോൾ അത്രയും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മെഷീന് 25,000 രൂപയാണ് വില. ഇതിൻ്റെ കപ്പാസിറ്റി പെർ അവറിൽ 50 തേങ്ങയാണ്. അതായത് 50 തേങ്ങ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 കിലോ തേങ്ങ ഒരു മണിക്കൂറിൽ. അതാണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നെ ഇതിനോടൊപ്പം തന്നെ തേങ്ങ ചിരണ്ടണ ഒരു മെഷീൻ ഉണ്ട്, അതൊരു 4,500 രൂപ. അപ്പം മൊത്തം ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ മെഷീൻസ് കിട്ടും. പിന്നെ നമുക്ക് തേങ്ങ ഒരു 100 കിലോ തേങ്ങ എടുക്കണമെങ്കിൽ പോലും ഒരു 3,500 രൂപ, ഒരു 35,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാസം ഒരു എങ്ങനെ പോയാലും 1,00,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു ഉഗ്രം ബിസിനസ്സാണ് ഇത്. 4 HP മെഷീനാണ് ഇത്. 1 മണിക്കൂറിൽ 50 തേങ്ങ നമുക്കിതിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ലക്ഷ്മി ഇൻഡസ്ട്രീസിലെ ഓണർ സുബ്ബരാജാണ് നമുക്ക് അരികിൽ നിൽക്കുന്നത്. സാറേ, ഇതിൽ 1 കിലോ തേങ്ങ എടുത്ത് കഴിഞ്ഞാൽ എത്ര പാല് പിഴിഞ്ഞെടുക്കാൻ പറ്റും? 1 കിലോ തേങ്ങ ചെറിയ തേങ്ങ പീല എടുത്താൽ നമുക്ക് 650 ഗ്രാം മുതൽ 700 ഗ്രാം വരെ നമുക്ക് പാല് കിട്ടും. അപ്പൊ ഈ മെഷീൻ വാങ്ങിയിട്ട് പുതിയതായിട്ട് ഈ ബിസിനസ് ചെയ്യാനായിട്ട് ഒരാൾക്ക് എത്ര രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? ഒത്തിരി ഉണ്ട്. ഒരു തേങ്ങ ചെരുകുന്ന മെഷീൻ ഒന്ന, പാല് പിളിയുന്ന മെഷീൻ ഒന്ന. ഈ മെഷീന്റെ കാസ്റ്റ് നോക്കിയാൽ 25,000 രൂപയാണ്. ഇതിന്റെ 25,000 പ്രൈസ്. പിന്നെ തേങ്ങ ചെരുകുന്ന മെഷീൻ ചെറിയ മെഷീന് 4,500 രൂപയാണ്. 30,000 രൂപയാണ് വെച്ചോ. നമുക്ക് തേങ്ങ ഒരു 50 തേങ്ങ എന്ന് പറഞ്ഞാൽ 25 കിലോ തേങ്ങ, 1 കിലോ 30 രൂപയാണ്. 30 രൂപ 32 രൂപയാണ് തേങ്ങ. അതൊക്കെ നമുക്കൊരു 1,500 രൂപ മുതൽ ഇരുന്നാൽ മതി. അപ്പോൾ നമുക്കൊരു ഇന്ന് അസറ്റ് എന്ന് പറഞ്ഞാൽ 30,000 രൂപ മുടക്കണം. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 2,000 രൂപയ്ക്ക് തേങ്ങ മേടിച്ചാൽ നമ്മൾ ഇന്ന് ഇപ്പോൾ തേങ്ങ ചിരകിയിട്ട് പാലെടുത്ത് 160 മുതൽ 200 രൂപ വരെ കച്ചവടം ചെയ്യേണ്ട ആൾക്കാർ. കുറച്ച് വെള്ളം ചേർത്ത പാലാണെങ്കിൽ 160 രൂപയ്ക്കും, വെള്ളം ചേർക്കാതെ നല്ല ഗട്ടി പാലാണെങ്കിൽ 200 രൂപയ്ക്കും കൊടുക്കാൻ പറ്റും. പിന്നെ ഒത്തിരി ഇന്ന് ഈ എമർജൻസി ഈ ടൈമിൽ ആൾക്കാർ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാവരും തേങ്ങാ പാല് പുറത്ത് വീട്ടിലെ ഉണ്ടാക്കാതെ പുറത്തുനിന്ന് മേടിച്ചിട്ട് എല്ലാം റെഡിമെയ്ഡായിട്ട് വന്നില്ലേ. ഈ തേങ്ങാ പാല് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ വേസ്റ്റേജ് എതും ഇല്ല. ഈ പാൽ ഉപയോഗിക്കാം. പുറത്തെ ചണ്ടി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ചെമ്മീൻ പൊടി ഇല്ലേ, ചെമ്മീൻ പൊടി തേങ്ങ ഇത് പൗഡർ ഉണക്കിയിട്ടേ ചെമ്മീൻ ഉണക്കിയിട്ട് പൊടിപ്പിച്ച് അത് കച്ചവടം ചെയ്യാം. പിന്നെ ഡ്രൈ ചമ്മന്തി പൗഡർ ഉണ്ട്, പാക്കറ്റിൽ വരുന്നുണ്ട്. നമ്മളെ കുറേ ആൾക്കാർക്ക് മെഷീനറി കൊടുത്തിട്ടുണ്ട്, അതും ഉണ്ടാക്കാം നമ്മൾ. പിന്നെ ഈ പൗഡർ ഉണക്കി കഴിഞ്ഞാൽ ഫൈനായിട്ട് നമ്മൾ ഗ്രൈൻഡിങ് ചെയ്ത് പൗഡറാക്കിയിട്ട് അരിപ്പൊടി പോലെ ഗ്രൈൻഡിങ് ചെയ്തിട്ട് നമ്മൾ മറ്റേ ബേക്കറി യൂസ്, പിന്നെ മുറുക്ക് இந்த மாதிரி ഒത്തിരി സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുക്കീസ്, ബിസ്ക്കറ്റ് ഇല്ലേ, കോക്കനട്ട് ബിസ്ക്കറ്റ് ഉണ്ട്. ഒത്തിരി യൂസേജ് ഉണ്ട് ഈ പൗഡറിൽ. അപ്പൊ ഇത് ഈ മെഷീന് ഇപ്പൊ ഇതിന് ഏതൊക്കെ ലൈസൻസ് വേണ്ടി വരും? ഈ ബിസിനസ് ഇതൊക്കെ FSSAI മാത്രം മതി. ഫുഡ് ആൻഡ് സേഫ്റ്റി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. വേണ്ട. സാർ ഇതിന്റെ ഒരു ടോട്ടൽ വിശദീകരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കണം. ഈ മെഷീന് 4 HP മോട്ടറാണ്. കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നമ്മ 304 ഫുഡ് ഗ്രേഡ് ആണ് ഇത്. വീട്ടിലുള്ള വീട്ടിൽ കറണ്ടിൽ ഉപയോഗിക്കാം. ആണെങ്കിൽ ബേക്കറി, കാറ്ററിംഗ്, ഹോട്ടൽ, പിന്നെ തേങ്ങാപ്പാൽ കച്ചവടക്കാർ, പിന്നെ അലുവ ഉണ്ടാക്കുന്നവർ, മസ്കോത്ത് അലുവ അല്ലേ അത് ഉണ്ടാക്കുന്നവർ, പിന്നെ തേങ്ങാപ്പാൽ പൂസണിക്കായ് അലുവ ഉണ്ടാക്കുന്നവർ, പിന്നെ തേങ്ങാപ്പാലിൽ ഒത്തിരി ജ്യൂസ് ഐറ്റങ്ങളുണ്ട്. തേങ്ങാപ്പാൽ പൈനാപ്പിൾ ജ്യൂസ് ബ്ലെൻഡ്, തേങ്ങാപ്പാൽ ഓറഞ്ച് ജ്യൂസ് ബ്ലെൻഡിങ് ഉണ്ട്, തേങ്ങാപ്പാൽ ബീട്രൂട്ട് ജ്യൂസ് ബ്ലെൻഡിങ് ഉണ്ട്, തേങ്ങാപ്പാൽ കരിമ്പ് ജ്യൂസ് ഇല്ലേ അതിൻ്റെ ബ്ലെൻഡിങ് ഉണ്ട്. ഈ തേങ്ങാപ്പാൽ പിന്നെ ചൊവ്വാഴി എന്ന് പറഞ്ഞൊരു പഴമുണ്ട്, ആ പഴത്തിനും മറ്റേ ഹണി തേൻ ഒഴിച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നവർക്ക് എല്ലാം ഈ മെഷീൻ കച്ചവടം ചെയ്യുന്നവർക്ക്, ഒരു ചെറിയ ജ്യൂസ് ഷാപ്പുള്ളവർക്കുള്ള ഈ മെഷീനറി വളരെ യൂസാണ്.
ഇതിൻ്റെ കാസ്റ്റ് നോക്കുമ്പോഴേ വെറും 25,000 റുപ്പീസാണ് ഈ മെഷീൻ്റെ കാസ്റ്റ്. 4 HP കമ്പനി മോട്ടറാണ്, കാപ്പർ വൈൻഡിങ് മോട്ടർ. നമ്മൾ 1 വർഷം വാറണ്ടി അടക്കം കൊടുക്കുന്നുണ്ട്. വിളിച്ച് പറഞ്ഞാൽ സർവീസും കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം 4 തേങ്ങ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1 കിലോ 1.25 കിലോ തേങ്ങ. ഇതിപ്പോൾ ഇത്രയും പാൽ ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് പാൽ, ഇത് ഭയങ്കര കട്ടിയായിരിക്കുള്ളൂ ഈ പാട്ട്. ഇനി ഈ പീരയിൽ കുറച്ച് വെള്ളം ചേർത്ത്, ഇതിപ്പോൾ പീര, ഇതിലും ഇനി പാലുണ്ട്, ഇതിൽ ഒരു ഇത്തിരി കൂടി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ചേർത്ത് ഒന്നും കൂടി ഇടാം. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരെ അതിലേക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ ഇത് അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്നും കൂടി അടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പാലും കിട്ടും, ഇതിന് കുറച്ച് കട്ടി കുറയുകയും ചെയ്യും. ഇത് എത്ര നേരം വേണമെങ്കിൽ കേടാവാതിരുന്നു. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 10 ദിവസം വരെ ഇത് കേടാവാതിരുന്നു. അപ്പോൾ പാക്കറ്റ് ആണെങ്കിൽ നമ്മുടെ മിൽമ പാലൊക്കെ വന്ന പോലെ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ മിൽമ പാലൊക്കെ 3 ദിവസം ഡേറ്റ് ഉള്ളൂ. ഇതിന് 10 ദിവസം വരെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇരിക്കും. ഇതിപ്പോൾ വെള്ളം ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒന്നുകൂടിയും ഡ്രൈ ആയി. ഏകദേശം ഒരു 1.25 കിലോണ് തേങ്ങ ഇതിൽ ചിരണ്ടി എടുത്തേക്കണത്. ഉള്ളായിട്ട് ഇടാൻ പറ്റുമോ? ഇത് 200 രൂപ പിഴിയാലോ? 1 more 200 கூட போடலாம். ഇത് വേണമെങ്കിൽ 3 പ്രാവശ്യം പിഴിയാട്ടോ. പക്ഷെ 2 പ്രാവശ്യം പിഴിയുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റിയിൽ നിൽക്കും. 2 டைம் போட நல்லா இருக்கும். 3ஆவது டைம் போடும்போது இன்னுം கொஞ்சம் தண்ணியாட்டு இருக்கும் പാൽ. ഒരു പ്രാവശ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാം, പക്ഷെ കുറച്ച് വെള്ളം പോലെ ആവും. അപ്പം എന്ന് പറഞ്ഞാൽ 1 കിലോ തേങ്ങക്ക് അതിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വെള്ളത്തിൻ്റെ അളവും കൂടി ഇതിൽ വരുമല്ലോ. അപ്പോൾ തേങ്ങാപ്പാലുണ്ടാക്കുന്ന മെഷീനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്.